ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് മഞ്ചൂരിയൻ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മുട്ടയാണ്. 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ മുട്ടയുടെ മിക്സ് നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ഒരു 15 മിനിറ്റ് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ മൈദയുടെ പൊടിയും 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്തേക്കുന്ന മുട്ട ഇതിൽ ഡിപ്പ് ചെയ്ത് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. നമ്മളൊരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ടൊന്ന് വരട്ടിയെടുക്കണം. അത് ഒരുപാടൊന്നും വാടണ്ട. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ആ ടൈം കൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 1 ടേബിൾ സ്പൂൺ വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.